പോളിംഗ് പെർസെന്റേജ് പോകുമെന്ന് കൗതുകത്തോടെ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി കോഴിക്കോട് ഉച്ചയ്ക്ക് വളരെ കുറവായിരിക്കും ആൾക്കാരെന്ന് പറഞ്ഞു. പക്ഷേ രാഗൻ പറഞ്ഞത് അതിന് നേരെ എതിരെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, തിരക്ക് കുറവാകും എന്ന് കരുതി. അപ്പൊ നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുൽ, കോഴിക്കോട് എന്താണ് അവസ്ഥ? നമ്മളിപ്പോ തെക്കൻ മധ്യ കേരളങ്ങൾ ഏകദേശം കണ്ടു. വടക്കോട്ട് എങ്ങനെയുണ്ട്? ചൂട് കൂടുന്ന ഒരു സമയം കൂടിയാണ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് പറയുന്നത്. ആ ചൂട് പോളിംഗ് ബൂത്തിൽ പ്രകടമാണോ? ദിവിഷ, ചൂട് കൂടുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വെയിലാണ്. എങ്കിലും വോട്ടിങ്ങിൻ്റെ ആ ഒരു ആവേശത്തെ അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സ്ത്രീ വോട്ടർമാരും പുരുഷന്മാരും ഒക്കെ മത്സരിച്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം മണ്ഡലത്തിൽ മാവൂരിലുള്ള ഒരു സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഉച്ചഭക്ഷണ സമയമാണ്, തിരക്ക് കുറവായിരിക്കും എന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞത്. പക്ഷേ അതിന് മുൻപേ തന്നെ വന്നിട്ടുള്ള വോട്ടർമാർ നീണ്ട നിരയായി പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അതിൽ പ്രായമായവരുണ്ട്, എല്ലാവരും. അതായത് ആരും തന്നെ ഇത്തവണ വോട്ട് മുടക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു ഒരു വാശിയോടുകൂടി, ഒരു നിർബന്ധിത ബുദ്ധിയോടുകൂടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നുണ്ട്. അതുതന്നെയാണ് 40% മുകളിലേക്ക് ഈ പോളിംഗ് ശതമാനം ഇതിനകം തന്നെ ഉയരാനും കാരണമായിട്ടുള്ളത്. ഒരു പ്രചാരണ ഘട്ടത്തിൽ ഒരു തവണ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്, പറഞ്ഞത് കാസർഗോഡ് നിന്ന് എറണാകുളം വരെ എത്തുന്ന സമയത്ത് തന്നെ സർക്കാർ ഉണ്ടാക്കാനുള്ള ആ ഒരു സീറ്റുകളുടെ എണ്ണം കിട്ടും എന്നുള്ളതാണ്. ഏതായാലും പോളിംഗ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്, ആർക്കൊക്കെയാണ് പ്രതീക്ഷ നൽകുന്നത് എന്നെല്ലാം നമുക്ക് ചർച്ചകളിലൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശം തന്നെ വോട്ടർമാർക്കിടയിലുണ്ട്. അപ്പം ചെറിയ ഒന്ന് ഇടപെട്ട ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സംഘർഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാദാപുരം കല്ലാച്ചി ഗവൺമെൻറ് യു.പി. സ്കൂളിൽ ഓപ്പൺ വോട്ടിനെ ചൊല്ലി UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. UDF ഓപ്പൺ വോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരാളുടെ വോട്ട് LDF പ്രവർത്തകർ ചെയ്തു എന്നുള്ളതായിരുന്നു അവിടെ ഉയർന്നു വന്നൊരു പരാതി എന്ന് പറയുന്നത്. പിന്നീട് അതിൽ ഇടപെടലുണ്ടായ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലാണ് തീവാർന്ന പോരാട്ടം നടക്കുകയും സംഘർഷ സാധ്യതകളൊക്കെ കൂടുതലായി നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴുള്ള ഈ ആദ്യ മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്തു. ഏതായാലും കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ ആണ് വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്. LDFൻ്റെ തുടർഭരണം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ വോട്ട് ചെയ്തതിന് ശേഷം പ്രതികരിച്ചത്. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ